അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായമായ സൂറത്തുൻ നാസിനെ കുറിച്ചുള്ള ചർച്ചയാണിന്ന്. സൂറത്തുൻ നാസ് കേവലം ഒരു പ്രാർത്ഥനയുടെ അധ്യായമല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ സുരക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ പരിചയമാണ് ആ സൂറത്ത്. സൂറത്തുൻ നാസിന്റെ മഹത്വം പറയുമ്പോൾ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടാനുള്ള ഏറ്റവും ശക്തമായ വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ രണ്ട് സൂറത്തിനെ കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് മുഅവ്വിദത്തൈനി എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ രണ്ട് സൂറത്തിനേക്കാളും മികച്ച രീതിയിൽ അഭയം തേടാൻ മറ്റൊരു സൂറത്തുമില്ല, മറ്റൊന്നുമില്ല. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണമെന്നുള്ളതാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മലത്തിന്റെ വചനം. ബിസ്മിയിൽ അടങ്ങിയിട്ടുള്ള അർ റഹ്മാൻ, അർ റഹീം എന്നീ നാമങ്ങൾ അള്ളാഹുവിന്റെ അളവറ്റ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മെ വസ്വാസിൽ നിന്ന്, പിശാചിന്റെ ദുർമന്ത്രത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ ഈ പ്രത്യേക കാരുണ്യത്തിന്റെ ഭാഗമാണ്. സൂറത്തുൻ നാസിലെ ആദ്യ വചനം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബിയെ, അങ്ങ് പറയുക, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. ഇവിടെ അള്ളാഹു തന്നെ റബ്ബ് അഥവാ രക്ഷിതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു കുട്ടി അപകടം വരുമ്പോൾ തൻ്റെ മാതാപിതാക്കളെ വിളിക്കുന്നത് പോലെ മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കണം എന്നുള്ളതാണ്. നമ്മെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ആയതുകൊണ്ട് ആ അള്ളാഹുവിനെ തന്നെ നാം ഏറ്റവും വലിയ സംരക്ഷകനായി കാണുകയും വേണം. സൂറത്തിലെ രണ്ടാമത്തെ വചനം മലിക്കിന്നാസ് അഥവാ മനുഷ്യരുടെ രാജാവിനോട്, അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു. രണ്ടാമതായി അള്ളാഹുവിനെ മലിക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. രാജാവ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തുള്ള സകല അധികാരങ്ങളും അള്ളാഹുവിൻ്റെതാണ്. മനുഷ്യർക്കിടയിലും രാജാക്കന്മാരുണ്ടാകാം, എന്നാൽ അവരുടെയെല്ലാം രാജാവ് അള്ളാഹുവാണ്. ഒരു സാധാരണക്കാരന് രാജാവിനോട് പരാതിപ്പെടാമെങ്കിൽ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനോട് നമുക്ക് സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ എന്ത് തടസ്സമാണ് നമുക്കുള്ളത്? മൂന്നാമത്തെ വചനം ഇലാഹിന്നാസ് അഥവാ മനുഷ്യരുടെ ദൈവത്തോട്, ആരാധ്യനോട് ഞാൻ അഭയം തേടുന്നു. ഈ ആയത്തിൽ അള്ളാഹു ഉപയോഗിച്ചത് ഇലാഹ് എന്നാണ്. അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത് ഇലാഹ്, ആരാധ്യൻ എന്നാണ്. എന്തുകൊണ്ട്? ആരാധനകൾക്ക് അർഹനായവൻ അള്ളാഹു മാത്രമാണ്. നാം അള്ളാഹുവിനെ മാത്രം വണങ്ങുമ്പോൾ, അവനക്ക് മുമ്പിൽ നാം പ്രണമിക്കുമ്പോൾ, അവന് മുമ്പിൽ നാം സുജൂദ് ചെയ്യുമ്പോൾ മറ്റെല്ലാ ഭയങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ എന്തുകൊണ്ടാണ് 3 വിശേഷണങ്ങൾ അള്ളാഹു കൊണ്ടുവന്നത്? അള്ളാഹു തന്റെ 3 ഗുണങ്ങളാണ് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. 1 റബ്ബ്, 2 മലിക്ക്, 3 ഇലാഹ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മെ വളർത്തുന്നവൻ, മലിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമങ്ങൾ നൽകുന്നവൻ, ഇലാഹ് എന്ന് പറഞ്ഞാൽ നാം കീഴടങ്ങേണ്ടവൻ. മനുഷ്യൻ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശൈശവത്തിൽ അവൻ ഒരു റബ്ബ് വേണം, പരിപാലകൻ വേണം. വളർന്നു വലുതാകുമ്പോൾ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു മലിക്ക്, രാജാവ്, ഒരു ഭരണാധികാരി വേണം. ചിന്താശേഷി കൈവരുമ്പോൾ അവന് ആരാധിക്കാൻ ഒരു ഇലാഹ്, ഒരു ദൈവം വേണം, ഒരു ആരാധ്യൻ വേണം. ഈ 3 ഘട്ടങ്ങളിലും അള്ളാഹു മാത്രമാണ് നമുക്ക് തുണയുള്ളത് എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുഖ്യ ശത്രുവായ പിശാച്, അവൻ അദൃശ്യനാണ്.
അവനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ കാണാൻ കഴിയുന്ന ഒരു ശത്രുവിനേക്കാൾ അപകടകാരിയാണ് അദൃശ്യനായ കാണാൻ കഴിയാത്ത പിശാചി എന്ന ശത്രു. അതുകൊണ്ട് തന്നെ അദൃശ്യമായ ശക്തിയുള്ള സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ തന്നെ നാം കാവലിനായി വിളിക്കണം. ആ വിളിയാണ് സൂറത്തുന്നാസിന്റെ ആമുഖത്തിൽ നാം കാണുന്നത്. അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള തിന്മകളെ, വസ്വാസിനെ മാറ്റാൻ അള്ളാഹുവിന്റെ ഈ 3 ഗുണവിശേഷണങ്ങളും ആദ്യം ഹൃദയത്തിൽ നാം ഉറപ്പിക്കണം. അവൻ റബ്ബാണ്, അവൻ മലിക്കാണ്, അവൻ ഇലാഹാണ് എന്ന ആ ഗുണങ്ങൾ. ഈ സൂറത്ത് ഓതിയാലുള്ള നേട്ടം കണ്ണേറ്, സിഹിർ, ദുർമന്ത്രണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് സംരക്ഷണം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശൈലിയിലായിരുന്നപ്പോൾ ഈ സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി ശരീരം തടവാറുണ്ടായിരുന്നു. അതോടൊപ്പം ജീവിതത്തിൽ ഭയമോ മാനസികമായ പ്രയാസങ്ങളോ അനുഭവപ്പെടുമ്പോൾ ഈ 3 വചനങ്ങൾ, ഈ സൂറത്ത് അർത്ഥം ചിന്തിച്ച് ചൊല്ലുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകും. ഈ സൂറത്ത്, ഈ അധ്യായം പാരായണം ചെയ്യുന്നതിലൂടെ മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന മോശമായ ചിന്തകൾ അഥവാ വസ്വാസ്, ദുഷ്പ്രേരണകൾ, അതോടൊപ്പം അസൂയ, ശത്രുത എന്നിങ്ങനെയുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് കാവൽ നൽകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് പതിവാക്കാൻ നമ്മെ പഠിപ്പിച്ചതും അതോടൊപ്പം നിസ്കാര ശേഷം ഈ സൂറത്ത് പതിവാക്കാൻ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും ശുദ്ധീകരിക്കട്ടെ.